Today we are going to discuss the covariance in terms of expectation. We will see for two random variables x and y, a bivariate moment called covariance is denoted by covariance of xy and is defined as covariance of xy equal to expectation of x minus e of x into y minus e of y. ഇവിടെ രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ട് എക്സും വൈയും. അതുകൊണ്ടാണ് കൊവേരിയൻസ് ഓഫ് എക്സ് വൈനെ ബൈവേരിയേറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ റോ ഡാറ്റയുടെ കോവേരിയൻസ് ഇപ്പോൾ എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോവേരിയൻസ് എന്ന് പറയുന്നത് ലൈക്ക് 1/n സമേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നുള്ള ഫോർമുല ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ പ്ലേസിലാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, വൈ ബാർ എന്ന് പറയുന്നതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. എക്സ്പെക്റ്റേഷൻ ഓഫ് എന്ന് പറയുന്നതാണ് 1/n സമേഷൻ ലൈക്ക് സിമിലർ ടു ലൈക്ക് ദാറ്റ്. സോ കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് ഇ ഓഫ് വൈ. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിംപ്ലിഫൈഡ് ഫോർമുലയാണ്, അതിനെ എക്സ്പാൻഡ് ചെയ്ത ഫോമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പം ഈ എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് ഇ ഓഫ് വൈ ഇല്ലേ, ഈ ടേമിനെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് താഴെ. അതായത് എക്സ് ഇൻറ്റു വൈ എക്സ് ബൈ മൈനസ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ മൈനസ് വൈ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ. സോ അത് എക്സ്പെക്റ്റേഷൻ അകത്തോട്ട് കൊടുക്കുക. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ ഈസ് that expectation itself. So expectation of y minus e of y into e of x plus e of x into e of y. So ഒരു മൈനസും പ്ലസും ക്യാൻസൽ ചെയ്ത് പോവും. സോ ലാസ്റ്റ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇ ഓഫ് എക്സ് വൈ മൈനസ് ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ. ഈ ഫോർമുലയാണ് നമ്മൾ ഒരുവിധം എല്ലാ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാറ്. ഓക്കെ, താഴെ വേരിയൻസിൻ്റെ ഫോർമുലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് സം ഓഫ് വേരിയൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് എങ്ങനെ, വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര എന്നുള്ളത് എന്താണെന്നുള്ളതാണ് താഴെ പറയുന്നത്. സോ ഫോർ n റാൻഡം വേരിയബിൾസ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എക്സ് ഈക്വൽ ടു സം ഓഫ് n റാൻഡം വേരിയബിൾസ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ ദെൻ വേരിയൻസ് ഓഫ് എക്സ്. അതായത് വേരിയൻസ് ഓഫ് സം ഓഫ് n റാൻഡം വേരിയബിൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം വേരിയൻസ് ഓഫ് എക്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. സോ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ മൈനസ് ഇ ഓഫ് ദാറ്റ് സം എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ ദ ഹോൾ സ്ക്വയർ. ദെൻ ആ എക്സ്പെക്റ്റേഷൻ ഓരോന്നും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ് വണ്ണിൻ്റെ ടേംസ് കമ്പൈൻ ചെയ്യുക, എക്സ് ടുവിൻ്റെ ടേംസ് കമ്പൈൻ ചെയ്യുക, അങ്ങനെ ഓരോ ടേംസും കമ്പൈൻ ചെയ്യുക. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ മൈനസ് ഇ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് ഇ ഓഫ് എക്സ് ടു എക്സെട്ര എക്സ് എൻ മൈനസ് ഇ ഓഫ് എക്സ് എൻ ഹോൾ സ്ക്വയർ. ദെൻ ഇതിനകത്ത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് അറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. സോ അതാണ് ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ, ഓരോ ടേമിൻ്റെയും സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ 2 ഇൻറ്റു ദാറ്റ് പ്രോഡക്റ്റ് വരും. തൊട്ടടുത്ത ഓരോ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 2 ടൈംസ് വരും. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ മൈനസ് ഇ ഓഫ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ടു മൈനസ് ഇ ഓഫ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ മൈനസ് ഇ ഓഫ് എക്സ് എൻ ഹോൾ സ്ക്വയർ. സോ ഓരോ സമ്മിന് സ്ക്വയർ കഴിഞ്ഞു. ദെൻ അടുത്തത് പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് രണ്ട് ടേമിൻ്റെ പ്രോഡക്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ മൈനസ് ഇ ഓഫ് എക്സ് വൺ ഇൻറ്റു എക്സ് ടു മൈനസ് ഇ ഓഫ് എക്സ് ടു പ്ലസ് അടുത്ത ടേം എന്ത് വരും, 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ടു മൈനസ് ഇ ഓഫ് എക്സ് ടു ഇൻറ്റു എക്സ് ത്രീ മൈനസ് ഇ ഓഫ് എക്സ് ത്രീ എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ടൈംസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ മൈനസ് 1 മൈനസ് ഇ ഓഫ് എക്സ് എൻ മൈനസ് 1 ഇൻറ്റു എക്സ് എൻ മൈനസ് ഇ ഓഫ് എക്സ് എൻ. ദെൻ ആദ്യത്തെ ടേം നോക്കുക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ മൈനസ് ഇ ഓഫ് എക്സ് വൺ. ഈ ടേം എന്ന് പറയുന്നത് എന്താ, വേരിയൻസിൻ്റെ എക്സ്പാൻഷനാണ്. സോ ഈ ടേം എക്സ് വൺ മൈനസ് ഇ ഓഫ് എക്സ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് വൺ ആണ്. നെക്സ്റ്റ് എക്സ് ടു മൈനസ് ഇ ഓഫ് എക്സ് ടു ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ടു ആണ്, പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം എക്സ് എൻ മൈനസ്
ഇ ഓഫ് എക്സ് എൻ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് എൻ. ദെൻ അടുത്ത ടേം എക്സ് വൺ മൈനസ് ഇ ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ കോവേരിയൻസ് ആണ്. രണ്ടിൻ്റെ, അതായത് നമുക്കറിയാം കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് വൈ മൈനസ് ഇ ഓഫ് വൈ. ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സ് വണ്ണും എക്സ് ടുവും. സോ എക്സ് മൈനസ് ഇ ഓഫ് എക്സ് വൺ ഇൻറ്റു എക്സ് ടു മൈനസ് ഇ ഓഫ് എക്സ് ടു ആണ്. സോ അത് കോവേരിയൻസ് ഓഫ് എക്സ് വൺ എക്സ് ടു ആണ്. സോ ആ ടേം പ്ലസ് 2 ടൈംസ് കോവേരിയൻസ് ഓഫ് എക്സ് വൺ എക്സ് ടു, നെക്സ്റ്റ് ടേം 2 ടൈംസ് കോവേരിയൻസ് ഓഫ് എക്സ് ടു എക്സ് ത്രീ എന്ന് വരും. ലൈക്ക് ദാറ്റ് എക്സെട്ര പ്ലസ് 2 ടൈംസ് കോവേരിയൻസ് ഓഫ് എക്സ് എൻ മൈനസ് 1, എക്സ് എൻ. സോ വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ എന്ന് പറയുന്നത് ഓരോ റാൻഡം വേരിയബിളിൻ്റെയും വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് ടു പ്ലസ് എക്സെട്ര വേരിയൻസ് ഓഫ് എക്സ് എൻ പ്ലസ് 2 ടൈംസ് സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ കോവേരിയൻസ് ഓഫ് എക്സ് ഐ എക്സ് ജെ. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കണം, വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് എൻ എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ കോവേരിയൻസിൻ്റെ ടേംസും കൂടി ഉണ്ട്. പ്ലസ് 2 ടൈംസ് സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ കോവേരിയൻസ് ഓഫ് എക്സ് ഐ എക്സ് ജെ. ഓക്കെ, സോ ഈ വേരിയൻസ് ഓഫ് സം ഓഫ് റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസ് സമ്മേഷൻ ഓവർ വേരിയൻസ് ഓഫ് എക്സ് ആവും എപ്പോൾ? കോവേരിയൻസ് 0 ആകുമ്പോൾ. അതാണ് താഴെ കൊടുത്തിരിക്കുന്ന റിമാർക്ക്. ഫോർ 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് എക്സ് ഐ എക്സ് ജെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ എക്സ് ജെ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ജെ ആയിരിക്കും. അതായത് രണ്ട് റാൻഡം വേരിയബിൾ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആയിരിക്കും. സോ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷനെ ഓഫ് പ്രോഡക്റ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ കോവേരിയൻസ് ഓഫ് എക്സ് ഐ എക്സ് ജെ എന്ന് പറഞ്ഞാൽ കോവേരിയൻസിൻ്റെ ഫോമിൽ എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ. സോ ഇവിടെ എക്സ് ഐ എക്സ് ജെ എന്ന് പറയുമ്പോൾ എന്തൊരു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ എക്സ് ജെ മൈനസ് ഇ ഓഫ് എക്സ് ഐ ഇൻറ്റു ഇ ഓഫ് എക്സ് ജെ. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ആദ്യത്തെ എക്സ്പെക്റ്റേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ക്യാൻസൽ ചെയ്ത് 0 ആവും. സോ കോവേരിയൻസ് എന്താവും? 0. സോ n ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് എൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് ടു ആയിരിക്കും. അല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല എങ്കിൽ, ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് ടു പ്ലസ് 2 ടൈംസ് കോവേരിയൻസ് ഓഫ് എക്സ് വൺ എക്സ് ടു. കോവേരിയൻസിൻ്റെ ടേമും കൂടി ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് ഇ ഓഫ് ഐ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ. വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് എൻ പ്ലസ് 2 ടൈംസ് സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ കോവേരിയൻസ് ഓഫ് എക്സ് ഐ എക്സ് ജെ. ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഈ റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കോവേരിയൻസ് ടേം 0 ആയിരിക്കും. ക്ലിയർ ആണോ? സോ ഇത്രയാണ് കോവേരിയൻസിൻ്റെ